കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയെ തുടർന്ന് ഒഴുകിവന്ന വെള്ളവും മണ്ണും ഇരട്ടിയാർ 4 സെന്റ് കോളനിയിലെ കുടുംബങ്ങളെ വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ശാന്തിഗ്രാം ഗാന്ധിജി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കരാറുകാരൻ സ്കൂളിന്റെ പരിസരത്ത് എടുത്തിട്ട മണ്ണാണ് ശക്തമായ മഴവെള്ളപ്പാച്ചിലിൽ ഒഴുകി 4 സെന്റ് കോളനിയിലെ വീടുകളുടെ പരിസരത്തും റോഡിലും അടിഞ്ഞുകൂടിയത്. വീട്ടുമുറ്റത്ത് പാർക്ക് ചെയ്ത വാഹനങ്ങളടക്കം മണ്ണിൽ പുതച്ച സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ ഉച്ചകഴിഞ്ഞ് ശക്തമായ മഴയാണ് ഇരട്ടിയാർ മേഖലയിലുണ്ടായത്. ഈ മഴയിലുണ്ടായ ശക്തമായ മഴവെള്ളപ്പാച്ചിലിലാണ് ഇരട്ടിയാർ 4 സെന്റ് കോളനിയിലെ വീട്ടുടമകളെ പ്രതിസന്ധിയിലാക്കിയത്. ഈ കോളനിക്ക് മുകൾ വശത്താണ് ഗാന്ധിജി സർക്കാർ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ സ്കൂളിന്റെ പുതിയ കെട്ടിടത്തിന് നിർമ്മാണം നടക്കുകയാണ്. ഇതിന്റെ ഭാഗമായി സ്കൂളിന് സമീപത്തായി കരാറുകാരൻ എടുത്തിട്ട മൺകൂനയാണ് മഴവെള്ളപ്പാച്ചിലിൽ ഒഴുകി കോളനിയിൽ താമസിക്കുന്ന കുടുംബങ്ങളുടെ കൃഷിയിടങ്ങളിലൂടെയും വീടുകളുടെ പരിസരത്തും റോഡരികിലും വ്യാപിച്ചത്. ആദ്യം ഉരുൾപൊട്ടുന്നതാണെന്ന ആശങ്കയാണ് ഉണ്ടായതെന്ന് ഇവിടുത്തുകാർ പറയുന്നു. പിന്നീടാണ് കാര്യം മനസ്സിലായത്. അവിടെ നിന്നൊരു 10-50 സൂപ്പറോളം മണ്ണ് കൊണ്ടുവന്ന് ഈ കഞ്ഞിപ്പരയുടെ സൈഡിൽ കൊണ്ട് കൂട്ടിയേക്കും. അപ്പോൾ അവിടുന്ന് ഈ ഇന്നലെ പെയ്ത മഴയത്ത് അവിടുന്ന് സർവത്ര മണ്ണും തിരിഞ്ഞ് ചാലൊഴുകി ജിൻസിൻചാൻ്റെ വീട് തൊട്ട് താഴോട്ട് കുഴിയിലേക്ക് സഞ്ചാരയോഗ്യമല്ലാത്ത വഴിയിലേക്കെല്ലാം നിലവിലായി കിടക്കുകയാണ്. പിള്ളേരൊക്കെ ഇന്നലെ പിള്ളേർ ചെളി ചവിട്ടി വീണു. ഇതുപോലൊരു മഴയത്ത് ആദ്യമായിട്ടാണ് അത് കരോട്ടത്തെ മണ്ണ് കാരണമാണ് ഇപ്പോഴത്തെ മെയിൻ പ്രശ്നം. വലിയ രീതിയിൽ വെള്ളത്തോടൊപ്പം മണ്ണൊഴുകിയെത്തി വീടുകളുടെ പരിസരമാകെ വ്യാപിച്ചിരിക്കുകയാണ്. വീട്ടുമുറ്റത്ത് പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങളടക്കം ചെളിയിൽ പുതച്ച സാഹചര്യമാണ് നിലവിൽ. ഒഴുകി വന്ന് ഞാൻ പണിയാൻ പോയായിരുന്നു. അന്നേരം എൻ്റെ കുടുംബം ഓടി വന്ന് ഇതുപോലെ ഈ ഒച്ച കേട്ടോണ്ട് ഓടി വന്ന് ഞങ്ങൾ ഓർത്ത് ഉരുള് പൊട്ടിയതാന്ന് ഓർത്ത് എന്നാ ചെയ്യുന്ന കണ്ടില്ലേ. ഇത് കാണുമ്പോൾ അല്ലാതെ വീടുകളുടെ ഭിത്തി വീട്ടുമുറ്റമടക്കം ചെളി കുന്നുകൂടിയിരിക്കുകയാണ്. 4 സെന്റ് കോളനിയിലേക്ക് പോകുന്ന റോഡിൽ വലിയ രീതിയിൽ ചെളിക്കുണ്ട് രൂപപ്പെട്ടു. കാൽനട വാഹനയാത്രികരെ വലിയ പ്രതിസന്ധിയിലാക്കി. ഇതിൽ പരാതികളും പ്രതിഷേധങ്ങളും ശക്തമാക്കുകയും ചെയ്തു. സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെ ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് സുനിൽകുമാർ, വൈസ് പ്രസിഡന്റ് രജനി സജി, ജോസുകുട്ടി അരിപ്പറമ്പിൽ എന്നിവർ സ്ഥലത്തെത്തി സന്ദർശനം നടത്തി. അടിയന്തരമായി സ്കൂളിന്റെ പരിസരത്ത് കൂട്ടിയിരിക്കുന്ന മണ്ണ് മാറ്റി അപകടകരമായ സാഹചര്യം ഒഴിവാക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ കരാറുകാരനോട് ആവശ്യപ്പെട്ടതായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് സുനിൽകുമാർ പറഞ്ഞു. ഇന്നലെ രാത്രിയിലെ അതിശക്തമായ മഴയിൽ നമ്മുടെ ശാന്തിഗ്രാമ സ്കൂളിൻ്റെ പരിസരത്ത് നിന്ന് എടുത്തിട്ട മണ്ണ് ഒഴുകി താഴെ നമ്മുടെ കോളനി പ്രദേശത്തോട്ട് ചെല്ലുകയുണ്ടായി. ഇരുപതേ വീടുകളുടെ സൈഡിലോട്ട് മണ്ണൊലിച്ചു വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആളുകളെല്ലാം വിളിച്ചതിനെ തുടർന്ന് നമ്മൾ ഇന്ന് രാവിലെ എല്ലാവരും വന്നതിന് ശേഷം നമ്മുടെ കരാറുകാരുമായിട്ട് സംസാരിച്ച് ഉടനെ തന്നെ ആ മണ്ണ് അവിടുന്ന് മാറ്റം ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സ്കൂളിന് പുതിയൊരു കെട്ടിടവുമായി ബന്ധപ്പെട്ട് പണി നടക്കുന്നതുമായി ബന്ധപ്പെട്ട് മണ്ണെടുത്തിട്ട മണ്ണാണ് ഒലിച്ചുപോയത്. വീടിന്റെ പരിസരവും കടന്നിരുന്ന പ്രധാന പാതയും അടക്കം ചെളിയിലകപ്പെട്ടതോടെ ഇത് മാറ്റൽ ശ്രമകരമായൊരു ജോലിയാണ് ഇരട്ടിയാർ 4 സെന്റ് കോളനി നിവാസികൾക്ക് ഉണ്ടായിരിക്കുന്നതും. സിറ്റി വിഷൻ, കട്ടപ്പന.